കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദികളുടെ പ്രവർത്തനം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമാണ് പഹൽഗാം. കുറേ നാളുകളായി കാശ്മീർ ശാന്തമാണ്. ഈ രാഷ്ട്രത്തെ തകർക്കാൻ പാകിസ്ഥാൻ എന്നും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ജമ്മു കാശ്മീരിനെ എന്ന് പറയുന്ന ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. യുവാക്കളെ ആകർഷിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുപോയി പരിശീലനം നൽകുന്നു, പണം നൽകുന്നു, ലഹരി വസ്തുക്കൾ നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു. ഈ രാജ്യത്തിനകത്തേക്ക് അവരെ കടത്തിവിടുന്നു. പാകിസ്ഥാനികളായ തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയതിനു ശേഷം അവരെയും ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറ്റുന്നു. തീവ്രവാദ സ്ഫോടനങ്ങൾ, പ്രവർത്തനങ്ങൾ, ആളുകളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, ആരാധനാലയങ്ങൾ നടത്തുന്ന സ്ഫോടനങ്ങൾ, വെള്ളിയാഴ്ച ദിവസം ആരാധനാലയങ്ങൾ നടത്തുന്ന സ്ഫോടനങ്ങൾ എല്ലാം ഇസ്ലാമത വിശ്വാസികൾക്ക് പോലും അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ കുറേ കാലമായി നടത്തിവരികയാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം 60 വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന തീവ്രവാദ പ്രവർത്തനത്തിൽ നിന്ന് വളരെ കുറവ് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന പിന്നീട് നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് 100% ഇല്ല എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ലെങ്കിലും ഏറെക്കുറെ ഇല്ലാതായി. എന്നാൽ ഇപ്പോൾ വീണ്ടും നാടിനെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ശക്തമായ തിരിച്ചടി നരേന്ദ്രമോദി ഗവൺമെൻറ് പാകിസ്ഥാനെതിരെ എന്നും നൽകിയിട്ടുണ്ട്. പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം 10-12 ദിവസത്തിനകം നൽകിയ തിരിച്ചടി പാകിസ്ഥാൻ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. പിന്നീട് ഭാരതത്തെ ആക്രമിക്കാൻ അവർ വേണ്ടത്ര ധൈര്യം കാട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ആളുകളുടെ മതം നോക്കിയിട്ടാണ് കൊലപ്പെടുത്തിയത്. ഇസ്ലാം വിശ്വാസികൾക്ക് പോലും അവരെപ്പോലും അപകടപ്പെടുത്തുന്ന, അവരുടെ ജീവൻ പോലും അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിക തീവ്രവാദം ഈ നാട്ടിലേക്ക് വീണ്ടും കയറ്റിവിടാൻ പാകിസ്ഥാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇതിന് ശക്തമായ തിരിച്ചടി നരേന്ദ്രമോദി ഗവൺമെൻറ് നൽകും. ആ തിരിച്ചടി ആരംഭം കുറിച്ചിരിക്കുന്നു. അത് നയതന്ത്ര രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം തുടക്കം 1960 സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു. പാക് സൈനിക ഉപദേഷ്ടാക്കളെ നമ്മുടെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള നടപടി ആരംഭിച്ചു. സാർക്ക് വിസ ഇളവ് റദ്ദാക്കി. പാകിസ്ഥാൻ പൗരർക്ക് വിസ നൽകില്ലെന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. വാഗ അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു. ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാൻ്റെ പ്രതിരോധ അറ്റാഷമാരെ രാജ്യം പുറത്താക്കി. അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം എന്നുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ പിൻവലിക്കുകയും ചെയ്യും. നയതന്ത്ര രംഗത്ത് രാജ്യം അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് വച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഈ ലോക രാഷ്ട്രങ്ങൾക്ക് പോലും ഭീഷണിയായി മാറിയിരിക്കുന്നു. കേവലം ഇന്ത്യക്ക് എതിരെ മാത്രമല്ല, ലോക രാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു ഭീഷണമായ സാഹചര്യമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ജമ്മു കാശ്മീർ. അതിനിടക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് BJPയുടെ പ്രതികരണം? അത് നോക്കൂ, ജമ്മു കാശ്മീരിന് നൽകിയ പ്രത്യേക പദവി റദ്ദാക്കി തുടങ്ങിയ ഭരണപരമായ നടപടികൾ സ്വീകരിച്ചു. അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, തൊഴിൽ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ജമ്മു കാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലാണ് ഏറെക്കുറെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനം അന്യമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തൊഴിലിൻ്റെ മേഖലയിലേക്ക് തിരിയാൻ തുടങ്ങി.
ഭരണപരമായ കാര്യങ്ങൾ അവിടെ വികസനം അവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിൽ ഒരു കാലത്ത് എല്ലാം അന്യമായിരുന്ന ഇത്തരം സംഭവങ്ങൾ ഇന്ന് നാടിൻ്റെ ഒരു ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക്, ജനങ്ങൾ തൊഴിലിൻ്റെ മേഖലയിലേക്ക്, സമാധാനത്തിൻ്റെ പാതയിലേക്ക് ആ നാടാകെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയത്. നാം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എവിടെയാണ്? 4 പേർ അവിടെ പിടിക്കപ്പെട്ടു. അതിൽ 3 പേർ പാകിസ്ഥാനികളാണ്. ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ലഷ്കർ എ തോയ്ബയാണ്. കുറേ കാലമായി ലഷ്കർ എ തോയ്ബയാണല്ലോ ഈ രാജ്യത്ത് എതിരായ പ്രവർത്തനം പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനയും ലഷ്കർ എ തോയ്ബയും ചേർന്നിട്ടുള്ള ഈ തീവ്രവാദ പ്രവർത്തനം, ഇന്ത്യക്കെതിരെ നടന്ന തീവ്രവാദ പ്രവർത്തനത്തിന് ശക്തമായ തിരിച്ചടി ഭാരതം നൽകിക്കൊണ്ട് അത് അവർക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഇതിൻ്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് കസൂരിയാണ്. ഇതിൻ്റെ ആസൂത്രകൻ അദ്ദേഹമാണ്. ലഷ്കർ എ തോയ്ബയുടെ കമാൻഡർ സൈഫുള്ള കസൂരി, അദ്ദേഹമാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം. പാകിസ്ഥാനിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ അക്രമം നിയന്ത്രിച്ചത്. ഇത് ശക്തമായ തിരിച്ചടി ഭാരതം നൽകുന്നതിൽ സംശയം വേണ്ട. ലോകരാഷ്ട്രങ്ങൾ ഇന്ന് പാകിസ്ഥാനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നാം ചിന്തിക്കേണ്ടത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപ രൂക്ഷമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് പോലെ ഉള്ള സാഹചര്യമല്ല ഇപ്പോൾ പാകിസ്ഥാനകത്ത്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപ രൂക്ഷമാണ്. അവിടെ പരസ്പരം ചേരിപ്പോരാണ്. ഒരേ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം ചേരിപ്പോരിലേക്ക് പോകുന്ന സാഹചര്യം. എല്ലാ മതവിശ്വാസികളും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ സങ്കുചിത താല്പര്യം വെച്ച് പുലർത്തുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഏതാനും ആളുകൾ പരസ്പരം കൊല്ലുകയാണ്. ഇസ്ലാം മത വിശ്വാസികൾ തന്നെ പരസ്പരം കൊല്ലുകയാണ്. ബലൂചിസ്ഥാൻ, അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ്. കേവലം ബലൂചിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനത്തുള്ള ജനങ്ങൾ തന്നെ അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, വിദ്യാഭ്യാസം നേടാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. ആഭ്യന്തര കലാപമാണ്. സാമ്പത്തികപരമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാൻ. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായ പാകിസ്ഥാൻ. സമാധാനമില്ല, അവിടുത്തെ ജനങ്ങൾക്ക് സ്വൈരജീവിതമില്ല. അവിടുത്തെ ഭരണകൂടമാണെങ്കിൽ ആളുകൾക്ക്, അക്രമകാരികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഭരണകൂടങ്ങൾ. അവിടെ പ്രധാനമന്ത്രിമാരെ ഹൈജാക്ക് ചെയ്യുന്നു, പ്രസിഡന്റുമാരെ ഹൈജാക്ക് ചെയ്യുന്നു, സൈനിക മേധാവികൾ ഭരണം പിടിച്ചെടുക്കുന്നു. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ദയനീയമായ ഈ സാഹചര്യം. ഈ സാഹചര്യം ഉണ്ടായിരിക്കെ പാകിസ്ഥാൻ ഇത്തരമൊരു തീവ്രവാദ പ്രവർത്തനത്തിൽ മുതിരുമ്പോൾ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ടാണെങ്കിൽ നടക്കില്ല മക്കളെ എന്നേ അവരോട് പറയാനുള്ളൂ. പാകിസ്ഥാൻ്റെ ഉദകക്രിയക്ക് സമയമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ നാടിനെ തകർക്കാൻ പാകിസ്ഥാന് കഴിയില്ല. 1970 പാകിസ്ഥാൻ ചെയ്തത് എന്താണെന്നറിയാം? ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ആ രാജ്യം 2ആയി മാറിയ കാര്യം നാം ഓർക്കണം. പാകിസ്ഥാൻ 2ആയി മാറിയത് അങ്ങനെയാണ്. ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്തു, ഒടുവിൽ പാകിസ്ഥാന് സംഭവിച്ചത് ആ പാകിസ്ഥാൻ 2ആയി മാറി. ഇനി ഇവിടെ പാകിസ്ഥാൻ്റെ ഉദകക്രിയയാണ് നടക്കാൻ പോകുന്നത്. അവിടുത്തെ ജനങ്ങൾ എല്ലാവരും കുറ്റക്കാരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ തീവ്രവാദികളാണ് ആ രാജ്യത്തെ നയിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനമാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിലേക്ക് വ്യാപിക്കാൻ കാരണം 60 വർഷത്തെ കോൺഗ്രസ് ഭരണമാണ്. നെഹ്റുവാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണക്കാരൻ. അന്ന് നെഹ്റു സ്വീകരിച്ച സമീപനം, ആ സമീപനമാണ് ജമ്മു കാശ്മീരിന് ഇത്തരമൊരു ദുർഘടമായ സാഹചര്യം, ഈ രാജ്യത്ത് ഇത്തരം ദുർഘടമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് നെഹ്റുവിൻ്റെ ഭരണകൂടമാണ്. കോൺഗ്രസിന് മറുപടി പറയണം. ഇന്നെന്താ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തോട് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, സ്വാഭാവികമാണ്. ഭരണകൂടത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾ വിമർശിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളെ അംഗീകരിക്കണം. അതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ മാതൃക, ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കേണ്ട മര്യാദ. എന്നാൽ ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരായും നരേന്ദ്രമോദിക്കെതിരായും വിമർശനം നടത്തുമ്പോൾ അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യമുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇത്തരം അപക്വമായ നിലപാട് ഈ തീവ്രവാദികൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കണം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കേണ്ടത്. നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും.